ഗൈസ്, അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഈസി സാമ്പാർ റെസിപ്പിയാണ്. അപ്പോൾ ആദ്യം കുറച്ച് പരിപ്പെടുത്ത് ഒരാവശ്യമായ വെള്ളം ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കുക്കർ അടച്ച് ഒരു 2 വിസിലടിക്കുക. പരിപ്പ് വേവണം വരിക. നമ്മൾ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ കഴുകി മാറ്റി വെച്ചാൽ വെജിറ്റബിൾസ് ഇടലാണ്. ഇനി വെജിറ്റബിൾസ് എല്ലാം ഇട്ട് കൊടുക്കാം. നമ്മൾ വെജിറ്റബിൾസ് വേവിച്ച് ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്ക് ചെയ്യേണ്ടത് ഒരു പാൻ ചൂടാക്കി വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കലാണ്. വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. പാൻ ചൂടായി. ഇപ്പം നമുക്ക് ഇടാനുള്ളതിന് കുറച്ച് കടുകാണ് പൊട്ടിക്കുക. എന്നിട്ട് കുറച്ച് ഉലുവ ഇടുക. അതോടൊപ്പം തന്നെ അധികം പൊട്ടിക്കുക. ഇതിൽ ഇടാനുള്ളതിന് കുറച്ച് വറ്റമുളകാണ് നമുക്ക് ഇടേണ്ടത്. ഇതിൽ വറ്റമുളക് ഇല്ല, അപ്പോൾ ഞാൻ ക്രഷ്ഡ് ആണ് ഇടുന്നത്. കുറച്ച് വറ്റമുളക് ഇടാം. ഇടാനുള്ളത് കുറച്ച് ഒനിയനും കുറച്ച് വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി ഇട്ട് നമുക്ക് കുറച്ച് ഒനിയൻ ഇടാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് വേപ്പില ഇട്ടിട്ട് സോസ് ചെയ്ത് തുടങ്ങാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. കറിയിലോട്ട് ആവശ്യത്തിനായിട്ടുള്ള ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ കാശ്മീരി മുളക് പൊടി 1 ടേബിൾ സ്പൂൺ. പിന്നെ ഇടാനുള്ളത് ഒരു മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇടാം. ഇടാനുള്ളത് നമുക്ക് സാമ്പാറിൻ്റെ പൊടിയാണ്. ഒരു 3 ടേബിൾ സ്പൂണോളം സാമ്പാർ പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൊടികളൊക്കെ മൂത്ത് തുടങ്ങിയിട്ടുണ്ട്, മുരിഞ്ഞു തുടങ്ങി. ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് അല്പം വാളംപുളി ഒഴിക്കാമെന്നാണ്. വാളംപുളി ഒഴിക്കാം. വാളംപുളി ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് സോസ് ചെയ്തെടുക്കാം. നമ്മുടെ ഗ്രേവി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒഴിക്കാനുള്ളത് നമ്മൾ നന്നായിക്കണ പരിപ്പും വെജിറ്റബിൾസും ഒഴിച്ചു കൊടുക്കലാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിന് ശേഷം ഇടുന്നത് കുറച്ച് തക്കാളിയാണ്. ഒരു തക്കാളി പഴുത്ത തക്കാളി കട്ട് ചെയ്ത് ഇടാം. പിന്നെ ഒരു ചെറിയ പീസ് ശർക്കര ഇടാം. കറി ഒന്ന് സെറ്റ് ആവാനായിട്ട്, ടേസ്റ്റും എല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു ചെറിയ പീസ് ശർക്കര ഇടാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ഇനി ഇടാനുള്ളത് കുറച്ച് കായപ്പൊടിയാണ്. കായപ്പൊടി നമ്മൾ ലാസ്റ്റാണ് ചേർക്കണേ. കായപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിയില ഒരു കുറച്ചധികം മല്ലിയില ഇടുന്നതാണ് നല്ലത്. കുറച്ചധികം മല്ലിയില ഇട്ട് കൊടുക്കാം. ഇപ്പോൾ വൈസ് നമ്മുടെ സാമ്പാറോട് റെഡി ആയി കഴിഞ്ഞ്. ഇതിപ്പോൾ ഒരു ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഈസി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം. താങ്ക് യു.